അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എക്സൽ മീഡിയ TV ഒരുക്കുന്ന സ്വർഗീയ സംഗീതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നത് തിരുവല്ല കറ്റോട് ക്രിസ്ത്യൻ റിവൈവൽ മിനിസ്ട്രീസ് ചർച്ചിലെ അംഗങ്ങളാണ്. ആ ഗാനങ്ങൾ ആസ്വദിക്കുക. സ്വർഗീയ സംഗീതത്തിലൂടെ നിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും സമാധാനവും സന്തോഷവും നിറയുമാറാകട്ടെ. പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. പതിയും തൂമഞ്ഞു പോ ഒരു നീർക്കണമായി അലിയാനി കാസയിൽ. തിരുനാമ ജപമാലയിൽ ഒരു രാഗമായ തിരുനാമ ജപമാലയിൽ ഒരു രാഗമായ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മനസ്സിൽ നീ നിറയുന്നു
യേശുവേ ദേവസുതാ വരമാരി ചൊരിയണമേ പരിപാവനനാം പരനേ പദതാരിലെന്നഭയം പരിപാവനനാം പരനേ പദതാരിലെന്നഭയം ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരകളെ രാജരാജ സന്നിധിയിൽ ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ മോശയാം യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽക്കുതിൻ മുൻപിൽ ഞാൻ എന്റെ പാപമകറ്റണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരുതി ചെടിയായി വളരേണമേ യഹോവേ. എന്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ എന്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുഖ
പോ പറന്നൊഴുകണേ ഈ മരുഭൂവിൽ പാറയിൽ വെള്ളമാ എന്റെ ദാഹം തീർക്കണമേ എൻ മനോവലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയാ വളരണമേ യഹോവേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതന്റെ ശബ്ദമായിരുന്നു അത്. സുവിശേഷങ്ങളിൽ പ്രസക്തമായൊരു ഭാഗം. AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ച അത്ഭുത ജനനമായിരുന്നു യേശുക്രിസ്തുവിൻ്റേത്. ആ ജനനം നമുക്ക് എങ്ങനെ ആഘോഷിക്കാതിരിക്കാൻ കഴിയും? യെരുശലേമിലെ പുൽത്തൊഴുത്തിൽ യേശു ഭൂജാതനായത് മാത്രമല്ല നമുക്ക് സന്തോഷം. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ആ യേശു വന്ന് ജനിക്കുമ്പോഴാണ്. ആ വീണ്ടും ജനനം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നമ്മോട് കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ നിത്യതയിൽ എത്തിക്കുന്നത് വരെയുള്ള ഈ മനോഹരമായ യാത്ര നാം ആസ്വദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ക്രിസ്മസ്? എങ്ങനെയാണ് ക്രിസ്മസ് നാം ആഘോഷിക്കേണ്ടത്? മനോഹരമായ ഗാനങ്ങൾ നാം കേൾക്കുകയുണ്ടായി. ആ ഗാനങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട്, ശാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവസാന തുള്ളി ചോരയും ഉറ്റി നൽകിയ യേശു കർത്താവിൻ്റെ മനോഹരമായ ജീവിതത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ. ആ യേശു കർത്താവ് ജനിച്ച ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എത്ര വലിയ പ്രത്യാശയാണ് ഈ ലോകത്തിന് കർത്താവ് ദാനമായി നൽകിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു സീസണാണ്. ക്രിസ്മസ് ഈസ് എ സീസൺ, ബട്ട് ജീസസ് ഈസ് ദ റീസൺ. ക്രിസ്മസ് എന്നത് ഒരു സീസൺ മാത്രമാണ്. മറ്റെല്ലാ വെക്കേഷൻ പോലെ നമ്മൾ ആഘോഷിക്കുന്ന, നമുക്ക് കുടുംബത്തോടൊന്നിച്ച് സുഹൃത്തുക്കളൊന്നിച്ച് പല ദിവസങ്ങൾ ചെലവഴിക്കാൻ കിട്ടുന്ന ചില അവധി ദിനങ്ങൾ മാത്രമായി അത് ചുരുങ്ങുകയാണ്. പക്ഷേ ഓർക്കുക, ഈ ക്രിസ്മസിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അത് യേശു കർത്താവിൻ്റെ ജനനമാണ്. വർഷങ്ങൾക്ക് മുൻപ് കടബാധ്യതയേറിയ ഒരു കുടുംബം എങ്ങനെ ഈ കടബാധ്യതയിൽ നിന്ന് മുന്നേറാൻ കഴിയും എന്ന് ഭാര്യയും ഭർത്താവും രാത്രിയിൽ ഉറക്കമില്ലാതെ ചിന്തിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, നമുക്ക് 3 മക്കളുണ്ടല്ലോ, ആ 3 മക്കളിൽ ഒരാളെ നമുക്ക് അയൽവക്കത്തുള്ള ധനികനായ മനുഷ്യന് ദത്തുകൊടുത്താലോ? പല പ്രാവശ്യം അവർ ചോദിച്ചിട്ടുണ്ട്. മക്കളില്ലാത്തവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ തക്കതായ തുക അവർ നൽകും. ഭർത്താവിനും ആ ആലോചന ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യാം, മൂത്ത കുഞ്ഞിനെ നമുക്കവർക്ക് ദത്ത് നൽകാം. അങ്ങനെ അവർ സ്വസ്ഥമായി ഒന്ന് കിടന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ ചാടി എഴുന്നേറ്റു. ചേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരത്തെ അത് പറഞ്ഞെങ്കിലും നമുക്ക് ആദ്യമുണ്ടായ കുഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ച് നമുക്ക് ലഭിച്ച കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ, കടബാധ്യത മാറാൻ 2ാമത്തെ കുഞ്ഞിനെ കൊടുത്താലോ? ഭാര്യ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് 2 ആൺമക്കളും നടുക്കുള്ളത് പെൺകുട്ടിയാണ്, ഏക മകളാണത്, അവളെ കൊടുക്കണ്ട. എങ്കിൽ നമുക്ക് ഇളയ കുഞ്ഞിനെ കൊടുക്കാം. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ സ്വീകരിച്ച് അവർ കിടന്നു. അവരുടെ മനസ്സിലൊരു വിചാരമുണ്ടായി, കടബാധ്യത മാറുകയാണ്, പ്രശ്നങ്ങൾ മാറുകയാണ്. ആ കുഞ്ഞിനെ ദത്ത് കൊടുക്കുന്നതോടെ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. സുഖമായി അവർ കിടന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഭർത്താവ് ചാടി എഴുന്നേറ്റു. അത് വേണ്ട കേട്ടോ, നമ്മുടെ ആ തീരുമാനം വേണ്ട. ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ പിച്ചുംപേയും പറയുന്നത്? നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ ഇളയ കുഞ്ഞിനെ കൊടുക്കാമെന്ന്. ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു, നീ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ സമ്മതത്തോടെയാണോ പറഞ്ഞത്? അവൾ പറഞ്ഞു, അല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നമുക്ക് ഈ ഇളയ കുഞ്ഞിനെ ഓമനിച്ച് താലോലിച്ച് കൊതി തീർന്നിട്ടില്ല. ആ കുഞ്ഞിനെ കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ചേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, 3 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞിനെ പോലും ദത്തു കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞു നിർത്തിയത്, മോളെ, സാരമില്ല,
ഈ ബാധ്യതയെല്ലാം മാറും. ഈ പ്രതിസന്ധിയെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നേറും. 3 മക്കളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ ദാനം കൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഏകജാതനായ മകനെ ഈ ലോകത്തിന് ദാനമായി നൽകിയ യോഹന്നാന്റെ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, കാൺമിൻ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയത്. സ്വന്തം മകനെ നൽകിയ സ്നേഹമാണത്. എങ്ങനെയാണ് ആ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചത്? യേശു കർത്താവ് ഈ ഭൂമിയിലെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ എങ്ങനെയാണ് ആ സ്നേഹം പ്രദർശിപ്പിച്ചത്? ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സമയത്ത് എങ്ങനെയാണ് നമുക്ക് സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കുഞ്ഞുങ്ങളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, അയൽക്കാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എങ്ങനെയായി ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ദിവസങ്ങളിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്? യേശു കർത്താവ് തൻ്റെ വാക്കുകൾ കൊണ്ട് സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ഉണർത്തുന്നതാകട്ടെ, മറ്റുള്ളവരെ ഉയർത്തുന്നതാകട്ടെ, ഒരാളെ തേജോവധം ചെയ്യുന്ന, അവരെ താഴ്ത്തിക്കെട്ടുന്ന, പരിഹസിക്കുന്ന വാക്കുകൾ ഒഴിവാക്കിയിട്ട് സ്നേഹം പ്രദർശിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിലേക്ക് വരട്ടെ. യേശു കർത്താവ് തൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് സമയം. നമ്മുടെ ജീവിത പങ്കാളിയുടെ കൂടെ, മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ചെലവഴിക്കാൻ നമുക്ക് സമയം തന്നിരിക്കുക. മൊബൈൽ ഫോണിന്റെ കൂടെയോ സോഷ്യൽ മീഡിയയുടെ കൂടെയോ ഒത്തിരി സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ സമയം നമുക്ക് വിലപ്പെട്ട ദൈവത്തോടു കൂടെ, ആ ദൈവ സാന്നിധ്യത്തോടു കൂടെ ഒക്കെ ചെലവഴിക്കണ്ടേ? സ്നേഹം നമുക്ക് സമയം നൽകി പ്രദർശിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത്, നല്ല പ്രവർത്തികൾ ചെയ്ത്, നല്ല സമ്മാനങ്ങൾ നൽകി കർത്താവ് സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമ്മുടെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിൽ, വിവാഹ വാർഷികത്തിൽ, നമ്മുടെ കൂട്ടുകാരൻ്റെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ അവരുടെ ജന്മദിനമോ പ്രത്യേക ദിവസങ്ങളോ ഓർത്തുവെച്ച് അവർക്കൊരു സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശു കർത്താവ് സ്നേഹം പ്രദർശിപ്പിച്ചു. വാക്കുകളിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ യേശു കർത്താവ് സ്നേഹം പ്രദർശിപ്പിച്ചു. സമൂഹത്തിൽ അപരിഷ്കൃതരായി അവഗണിക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗികളെ യേശു മാറോട് ചേർത്തു. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. നമുക്കറിയാമല്ലോ, നല്ല ശമരിയാക്കാരൻ. ആരെല്ലാം അവഗണിച്ചിട്ടും അവഗണിക്കാതെ പോയ നല്ല ശമരിയാക്കാരനെ നമുക്കറിയാം. നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഒതുങ്ങേണ്ടതല്ല. 6 അടി മണ്ണിൽ നമ്മൾ ഒതുങ്ങുമ്പോൾ അതിനു മുൻപേ നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ചെറിയ ജീവിതത്തിൽ 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, 120 വയസ്സ് വരെ ചിലപ്പോൾ നമ്മൾ ജീവിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും വാക്കുകളിലൂടെ, നമ്മുടെ സമയം കൊടുത്ത്, നല്ല സമ്മാനങ്ങൾ കൊടുത്ത്, നല്ല പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാം. ഒടുവിലായി സ്പർശനത്തിലൂടെ യേശു കർത്താവ് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആർക്കും വേണ്ടാതെ കിടന്നവരെ, എല്ലാവരും അവഗണിച്ചവരെ കർത്താവ് മാറോട് ചേർത്തു. ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഗാനങ്ങൾ കേൾക്കുകയും ഈ ദൈവോധനം കേൾക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, കർത്താവ് ഇന്ന് നമ്മയും സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂടെ നടക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ മാറ്റി, ഭാരങ്ങളെ മാറ്റി, നമുക്ക് ഇന്ന് ഉള്ള ടെൻഷനുകളെ മാറ്റി നമ്മുടെ കൂടെ ജീവിപ്പാൻ അവൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ക്രിസ്മസിന്റെ അവസരങ്ങളിൽ എൻ്റെ വീട്ടിൽ ഒരു പുൽത്തൊഴുത്തോ ചെറിയ ചെറിയ പാവക്കുട്ടികളെ വെച്ച്, ചില പ്രതിമകളെ വെച്ച് പഴയ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഞാൻ അനുസ്മരിക്കുമ്പോൾ ഒരു നക്ഷത്രത്തിലോ വിളക്കുകളിലോ മാത്രം ഒതുങ്ങാതെ, ക്രിസ്മസ് ഗാനങ്ങൾ കേട്ട്, കരോൾ സർവീസുകൾ കേട്ട് അതിൽ മാത്രം ഒതുങ്ങാതെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ കർത്താവേ. എനിക്ക് അങ്ങയുടെ കൂടെ ജീവിപ്പാൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കർത്താവിനെ സ്വാഗതം ചെയ്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ജീവിതം മാറും. സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയമാകുന്ന പുൽത്തൊഴുത്തിൽ നീ വന്ന് പിറക്കണമേ. ഈ ലോകത്തിനു വേണ്ടി അങ്ങ് ചെയ്ത വലിയ സ്നേഹത്തെ, വലിയ ദാനത്തെ ഓർക്കുവാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. കുടുംബമായി, കുഞ്ഞുങ്ങളോടൊന്നിച്ച്, ജീവിത പങ്കാളികളൊന്നിച്ച്, കൂട്ടുകാരോടൊന്നിച്ച് ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ദിവസങ്ങൾ ആഘോഷിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ. ഗോഡ് ബ്ലെസ് യു.
ക്രൂസിൽ മധുരമായി